ഹായ് ഹലോ. രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ആദ്യം തന്നെ അമ്മ ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികൾക്കൊക്കെ സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. കുറെ മക്കൾ അമ്മോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, അമ്മയെ സുഖാണോ? അമ്മയ്ക്ക് സുഖാണോ മക്കളെ? സുഖമായിരിക്കണം. നിങ്ങളെ സുഖാണ്, നമ്മുടെ സുഖം, അത്രേ പറയാനുള്ളൂ. അപ്പൊ എന്തിനാ അമ്മ വന്നെന്നല്ലേ നിങ്ങൾക്ക് ചോദിക്കണത്? ഈ സുഖം ചോദിച്ചിരിക്കണില്ല കേട്ടോ. വേഗം വീഡിയോയിലേക്ക് കിടക്കാം അമ്മ. മക്കളെ, പുതിയ മാസം തുടങ്ങില്ലേ? ഇന്ന് 1-ാം തീയതി, ഇന്ന് ഞായറാഴ്ച. ഈ ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ നമ്മളെ വീട്ടിൽ ചെയ്യാനുള്ള ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അമ്മ വന്നത്. അപ്പൊ പണത്തിനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മാസം ഇത് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ നമ്മൾ ചെയ്താൽ മതി. ഈ മാസം മുഴുവൻ നിൽക്കൂട്ടോ. നമ്മൾ ഇന്ന് ചെയ്തു വെക്കണ കർമ്മം എന്താന്ന് പറഞ്ഞുതരാം. അതെന്താ വെച്ചാൽ നമ്മളെ കല്ലുപ്പ് കഴിഞ്ഞ മഹാലക്ഷ്മി തന്നെയല്ലേ. അപ്പൊ കല്ലുപ്പ് കൊണ്ടുള്ള ഒരു രഹസ്യ വിദ്യ കേട്ടോ. കല്ലുപ്പ് മാത്രം പോരായില്ലേ, അതിൽ വെക്കാനൊരു രഹസ്യ സാധനം ഉണ്ട്. അപ്പൊ അത് നമ്മൾ കല്ലുപ്പിൽ കാണാതെ വെക്കുക. എന്നിട്ട് നമ്മളെ കിടക്കണ റൂമിലോ പൂജാമുറിയിലോ ഇനി ഒന്നുമില്ല, അടുക്കളയിലും വെക്കാട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മളെ അന്നപൂർണേശ്വരി ഇരിക്കുന്ന സ്ഥലം നമ്മളെ അടുക്കള. പക്ഷെ ഗ്യാസിന്റെ അവിടുന്ന് തീ തട്ടരുത് കേട്ടോ. അവിടുന്ന് കുറച്ച് നിങ്ങൾ വിട്ടുവെക്കാൻ ശ്രമിക്കുക. എപ്പോഴും ചോദിക്കും കുട്ടികൾ, അമ്മ ഇത് എവിടെ വെക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഇത് എവിടെയൊക്കെ വെക്കാം? പൂജാമുറിയിൽ വെക്കാം, ബെഡ്റൂമിൽ വെക്കാം. പക്ഷെ എന്തെന്തോ വല്ലാതെ ആൾക്കാരുടെ കണ്ണിൽ ശ്രദ്ധിക്കണം, കണ്ണിൽ ഇങ്ങനെ ശ്രദ്ധ പറ്റാത്ത വിധം. അടുക്കളയിൽ വെക്കുമ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ ഗ്യാസിന്റെ തൊട്ടടുത്ത് വെക്കരുത്, അതിലേക്ക് ചൂടൊന്നും തട്ടരുത്, ഇച്ചിലാവരുത്, ഒന്നും പാടില്ല. ഒന്ന് വിട്ടിട്ട് നിങ്ങൾ വലതു ഭാഗത്തും കയറ്റി മാറ്റി വെക്കുക. എങ്കിൽ നമ്മളെ വീട്ടിലിന്റെ മക്കളെ സമ്പൽ സമൃദ്ധാവും. കാരണം ഇന്ന് വെച്ചാൽ നാളേക്ക് നല്ല കേട്ടോ. നമ്മൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് പതുക്കെ അറിയാം. കാരണം നമ്മളെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജി മുഴുവൻ പോകും. പിന്നെ അമ്മമാർക്ക് നല്ല അസുഖങ്ങളൊക്കെ എപ്പോഴും വരുന്നുണ്ടല്ലേ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ട് നമുക്കൊരു ബലാണ് മക്കളെ. അപ്പൊ നമുക്ക് കാശിനും പണത്തിനും ബുദ്ധിമുട്ടില്ലെങ്കിൽ തന്നെ മനസ്സിനൊരു സമാധാനമല്ലേ. അപ്പൊ നമുക്ക് കാശും പണവും നമ്മളെ വീട്ടിലേക്ക് മഹാലക്ഷ്മിയെ നമ്മൾ ഇങ്ങനെ ചെയ്ത് ശുദ്ധിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് കാശും പണവും വരും. അപ്പൊ നമുക്ക് മനസ്സമാധാനം കിട്ടും. അപ്പൊ നമ്മളെ ചിന്തകളൊക്കെ ഒന്ന് മറിയും ഇല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കുകയാണ്, ഒരു വിഷമം ചിന്തിക്കുകയാണ്, അപ്പൊ ബുദ്ധിമുട്ട് ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ട് ചിന്തിക്കരുത്. എപ്പോഴും നമ്മൾ ഉഷാറായിട്ടും ഇരിക്കണം മക്കളെ. നമ്മൾക്ക് മനുഷ്യജന്മം ഒരു ജന്മം തന്നിരിക്കുന്നത് സങ്കടപ്പെട്ട് കളയാനുള്ളതല്ല, നമുക്ക് സന്തോഷിക്കാനുള്ളത് തന്നെയാണ്. അപ്പൊ സന്തോഷിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് കാശും വേണം, അത്യാവശ്യം വേണമല്ലോ അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അമ്മ മക്കൾക്ക് ഇങ്ങനെ ഒരു വിദ്യ പറഞ്ഞു തരുന്നത്. അതിനെന്താ വേണ്ടതെന്ന് അമ്മ പറഞ്ഞുതരാം. മക്കളെ, അമ്മ അതിന് വേണ്ട സാധനം എന്താന്ന് കണ്ടോ? ഇങ്ങനെ പൂവ് കൊഴിയാത്ത ഗ്രാമ്പു. പൂവ് കൊഴിഞ്ഞ ഗ്രാമ്പു ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇത് ശക്തി കുറവാട്ടോ. അപ്പൊ അതിനൊരു ക്ഷീണല്ലേ. അപ്പൊ അത് നല്ല ഫ്രഷ് ഉള്ള ഗ്രാമ്പു നിങ്ങൾ എടുക്കുക. 3 ഗ്രാമ്പു വേണ്ടുള്ളൂ. അപ്പൊ ഈ ഗ്രാമ്പുവിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ? നമ്മളെ വീട്ടിലെ കണ്ണേറെ, ദൃഷ്ടിദോഷം, അതുപോലെ നെഗറ്റീവ് എനർജി, അതൊക്കെ പാടെ മാറ്റാൻ കഴിവുള്ള സംഭവമാണ് ഗ്രാമ്പു. ഇത് തന്നെയാണ് നമുക്ക് കല്ലുപ്പിന്റെ കൂടെ വെക്കാനുള്ളത്. അതെങ്ങനെയാ വെക്കുകയെന്ന് അമ്മ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. മക്കളെ, അതിന് നമ്മൾ ഉപയോഗിക്കാത്ത കല്ലുപ്പിന്റെ പാക്കറ്റ് നിങ്ങൾ വാങ്ങി വെച്ചോട്ടോ. അപ്പൊ അതൊന്ന് നമ്മൾ കുറച്ച് ഇങ്ങനത്തെ ജാറിലേക്കാണ് കേട്ടോ ഉപ്പിടണത്. കണ്ടോ? നമ്മളൊരു അരപ്പാത്രം ഉപ്പിടുക, കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ഈ 3 ഗ്രാമ്പു കണ്ടല്ലോ, ഈ 3 ഗ്രാമ്പു നമ്മൾ ഉപ്പിലേക്ക് ഇടുക. കണ്ടോ? അതിൽ അവിടെ ഇരുന്നോട്ടെ. അത് അങ്ങനെ നിങ്ങൾ കുത്തിച്ചാരിയിട്ടൊക്കെ വെക്കുക, എങ്ങനെ വേണമെങ്കിലും ഭംഗിയിലൊക്കെ വെക്കാട്ടോ. എങ്കിലിത് മറയണമെന്നേ ഉള്ളൂ, ഇതിനെ നമ്മൾ ആരും കാണരുത്. കണ്ടല്ലോ? കണ്ടല്ലോ? ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം, വൃത്തിയുള്ള ഒരു ഗ്ലാസിന്റെ ജാറ് നിങ്ങൾ ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെയാക്കി നിങ്ങൾ വെക്കുക. ഇത് വെക്കുമ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ട് ഉപ്പ് നിറക്കിയല്ല. അപ്പൊ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, എന്റെ ഭഗവതി, എന്റെ ദേവി, എന്റെ വീട്ടിലത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്ത് തരണേ, എനിക്ക് സമ്പന്നത തന്നെ കൊണ്ടുവന്ന് തരണേ ദേവി എന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഇടുക. അപ്പൊ നമ്മളിത് ചോദിക്കും ഈ കുട്ടികളെ, അമ്മേ ഇതിങ്ങനെ വെച്ചാൽ എത്ര ദിവസം കഴിഞ്ഞ് മാറ്റണം എന്ന്. അതിനുവേണ്ടി അമ്മ പറഞ്ഞു തരാം കേട്ടോ. 1 മാസത്തേക്ക് ഇതിനൊന്നും പറ്റില്ല മക്കളെ. നമ്മൾ ഇതിൽ കോയിൻ ഇടുന്നില്ല. അപ്പൊ നമ്മൾ വെറും ഗ്രാമ്പും ഉപ്പും മാത്രമേ ഉള്ളൂ. അപ്പൊ 1 മാസം നിങ്ങൾക്ക് ഇത് വെക്കാട്ടോ. അത് എപ്പോഴാ ചെയ്യേണ്ടത് ഇനി അടുത്തത് അല്ലേ? രാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞ് ചെയ്യാൻ സൗകര്യമുള്ള മുഴുവനും കുളി കഴിഞ്ഞ സമയത്ത് ചെയ്തോളൂ കേട്ടോ. രാവിലെ ഞായറാഴ്ച, ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ഈ 3 ആഴ്ചയാണ് ഇത് ചെയ്യാന്നുള്ളത്. ഈ ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. 1 മാസം നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ, 1-ാം തീയതി ഫലം മാസഫലം അല്ലെങ്കിൽ വർഷഫലം എന്നാ പറയുന്നത്. ഇന്ന് 1-ാം തീയതി കൊണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ വഴിക്ക് തന്നെ ഇന്ന് സന്ധ്യക്ക് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ഇന്ന് ചെയ്യാൻ പറ്റാത്തവർ നാളെ അത് ചെയ്യരുത് കേട്ടോ. ഇത് പിന്നെ ചൊവ്വാഴ്ച ചെയ്യാൻ പാടുള്ളൂ. ചൊവ്വാഴ്ച ചെയ്യാൻ പറ്റാത്തവര് വെള്ളിയാഴ്ച. അപ്പൊ നിങ്ങൾക്ക് 2 സമയത്ത് ചെയ്യാട്ടോ. സന്ധ്യക്ക് വിളക്കൊക്കെ നമ്മൾ വെച്ചില്ലേ, നാമൊക്കെ ചെല്ലല് കഴിഞ്ഞില്ലേ. അപ്പൊ ഒരു 7-7:15 നിങ്ങൾക്ക് ഇത് ചെയ്യാട്ടോ. രാവിലെ
നമ്മൾ രാവിലെ 6 മണി മുതൽ 9 മണിയുടെ ഉള്ളിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? അത് ചെയ്യാൻ പറ്റാത്തവര് സന്ധ്യയ്ക്ക് മേലൊക്കെ കഴുകി നമ്മൾ വിളക്കൊക്കെ വെക്കുമ്പോൾ നല്ല ശുദ്ധിയിലാവും. ശുദ്ധി വേണം കേട്ടോ. കല്ലുപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിച്ച് ഉപ്പൊന്നല്ലല്ലോ എടുക്കണത്. അപ്പൊ ശുദ്ധിയോട് കൂടി എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ഇത് എത്ര ദിവസം വെക്കാം അമ്മയെന്ന് പലരും ചോദിക്കും. മക്കളെ 1 മാസം വെക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ അടുത്ത മാസം ചെയ്താൽ മതി. മാസം നിങ്ങൾ ഇത് ചെയ്തു വെച്ചോ. വേറെ എന്ത് വീട്ടിൽ ചെയ്യുമ്പോഴും കല്ലുപ്പ് കൊണ്ടുള്ള ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ചെയ്തു വെക്കണം. കാരണം നമ്മളെ വീട്ടിലെ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാൻ കല്ലുപ്പിന് നല്ല കഴിവാണ്. ഒരു പ്രത്യേക കാര്യം അമ്മ പറയട്ടെ, ഇത് അടച്ചു വെക്കേണ്ട കേട്ടോ. ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാൻ കല്ലുപ്പിന് നമുക്ക് ഇങ്ങനെ തുറന്നു വെക്കുമ്പോഴാണ് കേട്ടോ ഇതിന് പ്രത്യേകത. അപ്പൊ നമ്മൾ ഇത് തുറന്നു വെക്കാൻ ശ്രമിക്കുക. ഇത് നമ്മൾ ഉപയോഗിക്കണമൊന്നുമില്ലല്ലോ ഇത് കഴിഞ്ഞാൽ, അതുകൊണ്ട് തുറന്നു വെച്ചിട്ട് ഒരു ദോഷവും. അപ്പൊ ഇത് 1 മാസം കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഞാൻ പറയണു, ഇതിലത്തെ ഗ്രാമ്പു എടുത്ത് നിങ്ങൾ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിടുക. തെങ്ങിന്റെ ചോട്ടിൽ എവിടെയെങ്കിലും. കല്ലുപ്പ് നിങ്ങൾക്ക് ഒരു പേടിയില്ല. സിങ്കിലിക്കാൻ ഇടുക, വെള്ളം തുറന്നു വിടുക. അല്ലെങ്കിൽ ഈ പാത്രത്തിലേക്ക് ഇത്തിരി വെള്ളം തുറക്കുക, സിങ്കിലിക്കാൻ കൊട്ടുക. അങ്ങനെ പോയിക്കോട്ടെ, ഒരു ദോഷവും ഇല്ല കേട്ടോ. കാരണം ഇതിൽ മുഴുവൻ നെഗറ്റീവ് എനർജി ആയിട്ടോ. പോസിറ്റീവ് എനർജി പിന്നെ നമ്മളെ വീട്ടിലേക്ക് ഇത് തന്നു. ഇതിൽ നെഗറ്റീവ് എനർജിയാണ്. അപ്പൊ പിന്നെ അത് നമുക്ക് ചവിട്ടാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിടാൻ ശ്രമിക്കണം എപ്പോഴും. നമ്മൾ ചവിട്ടാൻ പാടില്ല. ലക്ഷ്മി ദേവി അല്ലേ, അപ്പൊ ചവിട്ടാത്തൊരു ഇടത്ത്. ഇനിയിപ്പോ വെള്ളം പാരാൻ പറ്റാത്തവരാണെങ്കിൽ തെങ്ങിന്റെ ചോട്ടിലോ ചെടികളുടെ ചോട്ടിലോ ഇടാം. പക്ഷെ ഗ്രാമ്പു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സിങ്കിലിടരുത് കേട്ടോ. ഗ്രാമ്പുവിന് പ്രത്യേകത ഉണ്ട്. ഗ്രാമ്പു നമ്മൾ ഏതെങ്കിലും ചെടിയുടെ ചോട്ടിലെ, തുളസിയുടെ ചോട്ടിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പൊ മാസത്തിൽ 1 ദിവസം ഇതൊക്കെ മാറ്റണ്ടു. അപ്പൊ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, ഈ കല്ലുപ്പിന്റെ വീഡിയോ. അപ്പൊ ഇതെല്ലാവർക്കും സംശയമൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ഇത് ഇഷ്ടപ്പെട്ടവരൊക്കെ ഇത് ഷെയർ ചെയ്യണം. എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം. ഇത് നമ്മൾ മക്കളെ നല്ല മനസ്സോട് കൂടിയിട്ട് വേണം കേട്ടോ. പ്രത്യേകത ഞാൻ പറയട്ടെ, നമ്മളെ മനസ്സ് എപ്പോഴും നല്ലതായി ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എന്തിന് ഒരാളെ ദ്രോഹിക്കണം, നമ്മൾ എന്തിന് ദുഷ്ടചിന്ത വിചാരിക്കണം, ഒന്നുകൊണ്ട് കാര്യമില്ല. കാരണം ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട് വെച്ചിട്ടല്ലേ നമ്മൾ ജീവിക്കണം. അദ്ദേഹത്തിന് എല്ലാം അറിയാം. അപ്പൊ നമ്മളെ മനസ്സിൽ തന്നെയാണ് നമ്മളെ ദൈവം കൂടിയിരിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമ്മളെ ദേവി നമ്മളെ അകത്താണ് കേട്ടോ. അത് നിങ്ങൾ ലളിതാ സഹസ്രനാമം വായിക്കുന്നവരാണ്. പല ആളുകളും എന്നെ തന്നെ തിരുത്തി തരുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാവരും വിവരമുള്ളവരാ. അതിൽ നമ്മൾ കേട്ടിട്ടില്ല, അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. കാരണം ഭഗവതി എവിടെ തെരഞ്ഞിട്ടും ആർക്കും കാണുന്നില്ല. അപ്പൊ എവിടെ കാണുന്നത്? അന്തർമുഖം. നമ്മളെ മനസ്സിന്റെ ഉള്ളിലാണ് ദേവി. അപ്പൊ നിങ്ങൾ എന്തിന്റെ ആദ്യം നമ്മൾ വേണ്ടത് നമ്മളെ മനസ്സ് നന്നാക്കി വെക്കുക. നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് ദൈവം കൊടുത്തോളും കുട്ടികളെ. അതിന് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്തു വെക്കുക. പല പരിഹാരങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ അമ്മ ഓരോന്നായിട്ട് ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ എന്ത് വേണം? മനസ്സ് ശുദ്ധാക്കി വെക്കുക. ബാക്കിയൊക്കെ ദൈവം വഴിയെ നമുക്ക് കൊണ്ടു തരൂ കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിലെ സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് അമർത്തണം. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ അമ്മടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.